കഴിഞ്ഞ കുറച്ച് ദിവസമായി മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഇലക്ഷൻ റിലേറ്റ് ചെയ്തുണ്ടായ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ക്രാഷ്, അതുപോലെ തന്നെ എക്സിറ്റ് പോൾ സ്കാം. ശരിക്കും ഒരു മെന്റർ എന്ന നിലയിൽ പ്രീ മാർക്കറ്റ് കണ്ടീഷൻ അനലൈസ് ചെയ്തപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്രയും വലിയൊരു ഫോൾ പ്രതീക്ഷിച്ചിരുന്നോ? അതുപോലെ തന്നെ ഇലക്ഷൻ ടൈമിൽ അമൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്തതെന്ന് ടെക്നിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഇലക്ഷൻ ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഇവന്റുകളാണ്. 5 വർഷം അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴൊക്കെയാണ് ഇവന്റുകൾ വരുന്നത്. അപ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇവന്റാണ് ഈ ഇലക്ഷൻ ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ 2004 ഇലക്ഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ഷനാണ്. 2004 ഇതേപോലെ തന്നെ ഒരു എക്സിറ്റ് പോൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് എക്സിറ്റ് പോളിനെ മറികടക്കുന്ന രീതിക്കാണ്, അല്ലെങ്കിൽ എക്സിറ്റ് പോളിനെ പാടെ തള്ളുന്ന രീതിക്കാണ് ഇലക്ഷൻ റിസൾട്ട് വന്നത്. അതേ സെയിം റിസൾട്ടാണ് 2024 വന്നിട്ടുള്ളത്. അപ്പോൾ 2004 ഇലക്ഷനിൽ ഏകദേശം മാർക്കറ്റ് 8% ഫോൾ ആയിട്ടുണ്ടായിരുന്നു. അതേ സിമിലാരിറ്റിയാണ് 2024 ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. മാർക്കറ്റ് 8.5% ക്രാഷായി. ശരിക്കും അതൊരു എക്സിറ്റ് പോൾ സ്കാമാണെന്ന് പറയാനുള്ള കാര്യം, ജൂൺ 1 ശനിയാഴ്ച അന്ന് ഇലക്ഷൻ്റെ ലാസ്റ്റ് ഫേസ് പോളിംഗ് നടക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ അന്ന് ഈവനിങ് ആണ് എക്സിറ്റ് പോൾ വരുന്ന ദിവസം. അപ്പോൾ അതൊരു ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ തേഴ്സ്ഡേയും ഫ്രൈഡേ എല്ലാ റീറ്റെയിൽ ട്രേഡേഴ്സും ട്രേഡ് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ ട്രേഡ് എടുക്കാനായിട്ട് എന്തുകൊണ്ട്, അല്ലെങ്കിൽ അവർ ട്രേഡ് എടുക്കാനായിട്ട് എന്തുകൊണ്ട് നിർബന്ധമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭരണത്തിലിരിക്കുന്ന പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് അവരുടെ പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബേസിൽ തന്നെ അവർ തേഴ്സ്ഡേയോ ഫ്രൈഡേയോ അവർ ട്രേഡ് എടുക്കുകയും എന്നാൽ എക്സിറ്റ് പോൾ അവർക്ക് അനുകൂലമായിട്ട് വരികയും 4ാം തീയതി റിസൾട്ട് വരുന്ന സമയത്ത് അൺസർട്ടനിറ്റിയാണ് ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുകയാണ് കണ്ടത്. അപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആൾക്കാർ പറഞ്ഞതിൻ്റെ ബേസിലാണ് റീറ്റെയിൽ ട്രേഡേഴ്സ് ട്രേഡ് എടുക്കുകയും എന്നാൽ റിസൾട്ട് വരുന്ന സമയത്ത് അൺസർട്ടനിറ്റി ഉള്ള ഒരു ഗവൺമെൻറ് വരുന്നു എന്ന് റിസൾട്ട് വരികയും അപ്പോൾ അതിൻ്റെ ബേസിലാണ് മാർക്കറ്റ് 8% ഫോൾ ആയത്. എന്നാൽ നേരത്തെ തന്നെ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാർ റീറ്റെയിൽ ട്രേഡേഴ്സിനെ കൊണ്ട് ട്രേഡ് എടുക്കാനായിട്ട് നിർബന്ധിക്കുകയും അതിൻ്റെ ബേസിൽ ഒരു എക്സിറ്റ് പോൾ വരികയും ചെയ്തതുകൊണ്ടാണ് ഇതൊരു സ്കാം ആയിട്ട് ഒപ്പോസിഷൻ പാർട്ടി ഉയർത്തിക്കൊണ്ട് വരുന്നത്. സോ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രാഫിൽ ഞാൻ ടെക്നിക്കലി അനാലിസിസ് വെച്ചിട്ട് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ടെക്നിക്കലി നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മാർച്ച് 2024 മാർച്ച് മുതൽ ഏകദേശം മെയ് 21 വരെ നല്ലൊരു കൺസോൾട്ടേഷൻ ഫേസിലാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിമാണ്. ഡെയിലി ടൈം ഫ്രെയിമിനകത്ത് ഏകദേശം ഒരു 3 മാസത്തോളം മാർക്കറ്റ് കൺസോളിഡേഷൻ ഫേസിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 3 മാസത്തെ കൺസോളിഡേഷൻ ഫേസ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നല്ലൊരു ബ്രേക്കൗട്ട് തന്നു. നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു ബ്രേക്കൗട്ട് 3 മാസത്തെ കൺസോളിഡേഷൻ കഴിഞ്ഞിട്ട് തന്നു. അപ്പോൾ ശരിക്കും ഇതാണ് ആദ്യത്തെ ഒരു ഹിൻ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഒരു വലിയ മൂവ്മെൻറ്റ് വരാൻ പോകുന്നു എന്നതിൻ്റെ ആദ്യത്തെ ഹിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ വലിയ ടൈം ഫ്രെയിമിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്കൗട്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ട്രേഡ് ചെയ്യുന്നവർക്കെല്ലാം അറിയാം, ഈ വലിയ ബ്രേക്കൗട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ബ്രേക്കൗട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം അതെല്ലാം മേജർലി ബ്രേക്കൗട്ട് അല്ല, അത് ബ്രേക്കൗട്ട് ഫെയില്യൂർ ആകാറാണ് പതിവ്. അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് 1 വീക്ക് മുന്നേ ഒരു ഹെൽത്തി ബ്രേക്കൗട്ട് തന്നു. അത് ക്ലിയർ ആയിട്ട് ഫെയില്യൂർ ആവുന്നത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം. എന്നിട്ട് ക്ലിയർ ആയിട്ട് മാർക്കറ്റ് ഫോൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോൾ ആവുന്നതിൻ്റെ ബേസിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കൗട്ടിൻ്റെ ഹിൻഡിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മാർക്കറ്റ് ഫോൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ഷൻ റിസൾട്ട് ഇതിൽ നിന്ന് ചെറുതായിട്ടൊരു ഹിൻഡ് തരുന്നുണ്ട് അല്ലേ. നമുക്കൊരു അൺസർട്ടനിറ്റി ഗവൺമെൻറ് വന്നൊരു ഹിൻ്റാണ് ഈ ഒരു ബ്രേക്കൗട്ടും തന്നിട്ട് മാർക്കറ്റ് ഫോളോ ആവുന്നതിന് കിട്ടുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു, അടുത്ത 1-ാം തീയതി നമുക്ക് എക്സിറ്റ് പോൾ വന്നു. അതിൻ്റെ ബേസിൽ നമുക്ക് വലിയൊരു ഗ്യാപ്പ് അപ്പ് നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഗ്യാപ്പ് അപ്പിൽ ഏകദേശം ഒരു 2 to 3% ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് തേഴ്സ്ഡേയും ഫ്രൈഡേയും ട്രേഡ് എടുത്തിട്ടുള്ള ദിവസങ്ങളിൽ, ഈ 2 ദിവസങ്ങളിലായിരിക്കണം ഏറ്റവും കൂടുതൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ട്രേഡിൽ എൻ്റർ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ 2 ദിവസങ്ങളിൽ ട്രേഡിൽ എക്സിറ്റ് ആയിട്ടുള്ളവരെല്ലാം ഉറപ്പായിട്ടും ഈ എക്സിറ്റ് പോൾ വന്നിട്ട് ഈ വലിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയ സമയത്ത് ട്രാപ്പിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ ഗ്യാപ്പ് അപ്പ് കിട്ടി. അതിനുശേഷം നോക്കി നിങ്ങൾക്ക് കാണാം, ഒരു വലിയ രീതിക്ക് വിക്സ് ക്രാഷ് ആയിട്ടുണ്ട്. ഇന്ത്യ വിക്സ് 30-ൽ നിന്നും 19 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് ഇന്ത്യ വിക്സ് ക്രാഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 20% വിക്സ് അവിടെ ക്രാഷ് ആവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനൊരു ഓപ്ഷൻ്റെ ചെയിൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇത് കറൻ്റ്ലി നിഫ്റ്റിയുടെ ഓപ്ഷൻ്റെ ചെയിനാണ്. അപ്പോൾ ഓപ്ഷൻ്റെ ചെയിനിൽ അറ്റ് ദ മണി പ്രീമിയം വെറും 122 രൂപയിലാണ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ
ഇലക്ഷൻ ടൈമിൽ ഈ 122 രൂപയിൽ കിടന്ന പ്രീമിയം കറൻറ്റ്ലി ട്രേഡ് ചെയ്തത് 655 700 റേഞ്ചിലായിരുന്നു. നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിയാൽ ഇതൊരു 1000 റുപ്പീസിന് അടുത്തായിരുന്നു അറ്റ് ദ മണി പ്രീമിയം എല്ലാം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ തന്നെ കാണാം അത് വലിയൊരു ഓവർ വാല്യൂഡ് ആയിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം വിക്സും കൂടി ക്രാഷായ ടൈമിൽ 600-700 രൂപയിൽ കിടക്കുന്ന പ്രീമിയം നേരെ അതൊരു 200-300 രൂപയിലോട്ട് താഴ്ന്നു അല്ലേ, ഈ ഒരു ജസ്റ്റ് എക്സിറ്റ് പോൾ വന്ന് ഈ ഗ്യാപ്പ് ഇപ്പോൾ കിട്ടിയതിന് ശേഷം. അപ്പോൾ ആ ടൈമിൽ തന്നെ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഏകദേശം നല്ല പൈസയെല്ലാം അവിടെ തന്നെ ഓൾറെഡി ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ട്രേഡിൽ എൻട്രി എടുത്തവർ തന്നെ അവിടെ ഓൾമോസ്റ്റ് എല്ലാവരുടെ പൈസയും പോയി അവിടെ എക്സിറ്റ് ആയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ പിറ്റേ ദിവസമാണ് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വരുന്ന ടൈമിൽ നമുക്കറിയാം ഭരണത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് കൗണ്ടിങ് ഡേയിൽ റിസൾട്ട് വരുന്നത്. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇന്നലെ വന്ന എക്സിറ്റ് പോൾ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പിന് ഒരു ഫോളോ അപ്പ് തരാതെ തന്നെ എന്ത് ചെയ്തു, മാർക്കറ്റ് ഒരു 8.5% ക്രാഷ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എക്സിറ്റ് പോൾ വന്നിട്ട് എടുത്ത റീറ്റെയിൽ ട്രേഡേഴ്സും ഇവിടെ ട്രാപ്പായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വലിയ ലോസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് അന്ന് തന്നെ എൻട്രി എടുത്ത ട്രേഡേഴ്സിനും വലിയൊരു ലോസ് ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എക്സിറ്റ് പോൾ വന്നതിന് ശേഷം എക്സിറ്റ് പോളിനെ ബേസ് ചെയ്ത് ട്രേഡേഴ്സ് എല്ലാം ലോസിലാണ് വന്നിട്ടുള്ളത്. എന്നാൽ പിറ്റേ ദിവസം കൗണ്ടിങ് ഡേയിൽ ട്രേഡ് എടുത്തവർ അത്യാവശ്യം പ്രോഫിറ്റ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് അടുത്ത് വീണ്ടും ഇവിടെ നോക്കിയാൽ കാണാം നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏരിയയിൽ വീണ്ടും മാർക്കറ്റ് വന്നു. അവിടെ ഒരു വലിയ റിജക്ഷനോട് കൂടിയാണ് മാർക്കറ്റ് അതെല്ലാം തിരിച്ച് റിക്കവർ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇന്ന് നിങ്ങൾ നോക്കിയാൽ കാണാം 15-ലാണ് ഇപ്പോൾ ഇന്ത്യ വിക്സ് ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റ് അത്യാവശ്യം ഒരു സ്റ്റെബിലിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 1 വീക്കിലുണ്ടായിരുന്ന വോളറ്റിലിറ്റി അതിപ്പോൾ മാറി മാർക്കറ്റ് നന്നായിട്ട് സ്റ്റെബിലിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ ഡേയിൽ നമ്മൾ അനാലിസിസ് ചെയ്യേണ്ടതും ട്രേഡ് എടുക്കേണ്ടതും. നമ്മൾ കഴിഞ്ഞൊരു 4 മാസത്തെ ശരിക്കും പറഞ്ഞാൽ 4 മാസത്തെ കഷ്ടപ്പാടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിക്ക് നമ്മൾ മാർക്കറ്റ് നോക്കിയിട്ടായിരുന്നു നമ്മൾ ട്രേഡ് അനാലിസിസ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഇനി വരുന്ന ഇവൻറ്റുകളിലും നിങ്ങൾ ന്യൂസോ ഫണ്ടമെൻ്റലോ കാര്യങ്ങൾ മാത്രം നോക്കാതെ നിങ്ങൾ ടെക്നിക്കലി ചാർട്ടും കൂടി അനാലിസിസ് ചെയ്ത് അതിനകത്ത് നടക്കുന്ന ട്രാപ്പുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ട്രേഡിനകത്തോട്ട് എൻ്റർ ആവുക. സോ ഇലക്ഷൻ ടൈമിൽ ശരിക്കും മാർക്കറ്റിൽ എന്താ സംഭവിച്ചതും ഇത്രയും വലിയ മേജർ ഫോൾ ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്ന് നമുക്ക് ടെക്നിക്കലി അനലൈസ് ചെയ്ത് പറഞ്ഞു തന്നതിന് താങ്ക് യു അമൽ.